CBSEയുടെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. 10ലെ പരീക്ഷ കഴിഞ്ഞു. കുട്ടികളെ സ്കൂളിലേക്ക് വിളിക്കുകയാണ് സ്കൂൾ അധികൃതർ. അപ്പം ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നല്ല മാർക്ക് വാങ്ങി നന്നായി പാസ്സായ കുട്ടികളെ സ്കൂൾ അധികൃതർ വിളിച്ചിട്ട്, ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ട് ചീത്ത വിളിക്കുകയാണ്, പണിഷ് ചെയ്യാൻ നോക്കുക. എന്നാൽ വളരെ മോശം പെർഫോമൻസ് നടത്തിയവരെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി അനുമോദിക്കുന്നു, അവർക്ക് നല്ല സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഇതുപോലെയൊരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിലേക്ക് പറഞ്ഞു വരുന്നത്. ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ളത് ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് ഏറ്റവും വലിയൊരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. 1970-കളിൽ മുതൽ, അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ അതിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കാര്യമായ പങ്കൊന്നും അതിൽ വഹിച്ചില്ല, അവരതിൽ ശ്രദ്ധിച്ചില്ല. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ മുൻപന്തിൽ നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ജനസംഖ്യ നിയന്ത്രണത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. പക്ഷെ അങ്ങനെ നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്ത ഈ സംസ്ഥാനങ്ങൾക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണ്. അതെല്ലാ അർത്ഥത്തിലും അതെ. ഇതിനു മുൻപ് കേന്ദ്ര സർക്കാർ ജനസംഖ്യ അനുപാതികമായിട്ട് ഫണ്ടുകൾ വെട്ടിച്ചുരുക്കി. അതേപോലെ തന്നെ ഇപ്പോൾ ഇതാ മണ്ഡല പുനഃക്രമീകരണം വരികയാണ്. അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ പുനർനിർവചിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അവരുടെ പ്രാതിനിധ്യം വല്ലാണ്ട് കുറഞ്ഞു പോകും. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പം ഉദാഹരണത്തിന് UP എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം തന്നെ 80 സീറ്റുകളുണ്ട്. ആ 80-ൽ നിന്നും ഒരു 60 സീറ്റുകളിൽ കൂടി 140 സീറ്റിലേക്ക് എത്തുന്നു. അതുപോലെ ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഇങ്ങനെ ഏതാണ്ട് 50% വരുന്ന ലോക്സഭാ സീറ്റുകൾ മുഴുവനായും ഈ പറയുന്ന 5-6 സംസ്ഥാനങ്ങളുടെ കയ്യിലേക്ക് വരികയാണ്. ഈ സംസ്ഥാനങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യൻ ഭരണം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതാണ്, വളരെ ഈസി ആയിട്ട്. അതുതന്നെയാണ് BJP വിഭാവനം ചെയ്യുന്നതും. അവർക്ക് ദക്ഷിണേന്ത്യയിൽ വലിയ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവരുടെ വർഗീയ നിലപാടുകളും ജാതീയത കൊണ്ടുള്ള ആ കാഴ്ചപ്പാടുകൾ കൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കുന്ന 5-6 സംസ്ഥാനങ്ങൾ മാത്രം മതി അവർക്ക് ഇന്ത്യൻ ഭരണം ഉണ്ടാക്കും. വനിതാ സംവരണം എന്നതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ തന്നെ ഉള്ള സീറ്റുകളുടെ 1% വനിതകൾക്കായിട്ട് സംവരണം ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളൊരു നിർദ്ദേശത്തെ പ്രതിപക്ഷ കക്ഷികൾ പോലും മുൻപ് സ്വാഗതം ചെയ്തതുമാണ്. പലവട്ടം മഹിളാ സംഘടനകളും CPM, CPI പോലുള്ളവരുടെ മഹിളാ ഫെഡറേഷനും മഹിളാ അസോസിയേഷനും ഒക്കെ അവർ നിവേദനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അന്നതിനെ തഴഞ്ഞ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പെട്ടെന്ന് മന്ത്രിക്കുകയാണ് ഒരു വനിതാ സംവരണം വനിതകൾക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നുള്ള ഒരു ലേബലിൽ. മറ്റൊരു കാരണമായിട്ട് ഇവർ പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മിതിയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് വലിയൊരു ലക്ഷ്യമായിട്ട് ഇവർ പറയുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മിതിയിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന പങ്കെന്തായിരുന്നു? അതിലുണ്ടായിരുന്നവരെല്ലാം അപമാനിച്ചുകൊണ്ടുള്ളൊരു കാഴ്ചപ്പാടല്ലേ അത്. എങ്ങനെയും ഭരണം പിടിക്കുക, അത് തുടർന്നുകൊണ്ട് പോവുക, അധികം താമസിയാതെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ ഒഴിവാക്കിയെടുക്കാൻ പോലും യാതൊരു മടിയും ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക,